എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കത്തി നിൽക്കുന്നത് ഒന്ന് രേണുസുധിയുടെ വിഷയവും രണ്ട് സിന്ധു കൃഷ്ണയുടെ വിഷയം. ആ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സി. ഇതിനകത്ത് രേണുവിൻ്റെ വിഷയം കുറച്ചും കൂടെ സങ്കീർണമാണ്. കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇതെന്താണ് ഇതിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ഈ രേണുവിൻ്റെ വിഷയത്തിൽ രേണുവിനെക്കുറിച്ച് സംസാരിക്കുന്ന ക്രിയേറ്റേഴ്സ് പ്രധാനമായും രണ്ട് തരത്തിലാണ് സംസാരിക്കുന്നത്. ഒന്ന്, രേണുവിന് അസുഖം ഇല്ലെന്ന് ഒരു വിഭാഗം, രണ്ട്, രേണുവിന് അസുഖം ഉണ്ടെന്നൊരു വിഭാഗം. പിന്നെ രേണുവിൻ്റെ ചേച്ചി കാണിച്ച ബില്ല് ഫേക്കാണെന്നൊരു വിഭാഗം, രേണുവിൻ്റെ ചേച്ചി കാണിച്ച ബില്ല് സത്യസന്ധമാണെന്ന് മറ്റൊരു വിഭാഗം ആളുകൾ. ഇതാണ് ബേസിക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് രേണുവിൻ്റെ അസുഖം ഫേക്കാണ് എന്നൊരു ചിന്താഗതി എനിക്കില്ല. അവരുടെ അസുഖം ശരിയായിട്ടുള്ള അസുഖമാണ്. അവരതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഭേദമായി തിരിച്ചു വരട്ടെ. ഇനി രണ്ടാമത്തത്, അവർ കാണിച്ച ബില്ലിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കും ബേസിക്കലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ആ മെഡിസിൻ ഉപയോഗിച്ചിട്ടില്ലെന്നോ അവർ ബില്ല് മൊത്തത്തിൽ കളതരത്തിൽ ഉണ്ടാക്കിയതാണെന്നോ അല്ല എൻ്റെ സംശയം. എൻ്റെ സംശയങ്ങൾ അതിനകത്ത് എന്തോ ഒരു ഫോർജറി നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ. രണ്ട്, ഈ ഒരു മെഡിസിൻ ഈ റേറ്റിനാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഏത് റേറ്റിന് കിട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഒരാൾ പറയുന്ന കേട്ടു, എത്രയ്ക്ക് കൊടുത്താലും നിനക്കൊക്കെ എന്താണ്, അവർ എത്രയ്ക്ക് കൊടുത്താലും നമുക്കൊരു പ്രശ്നവുമില്ല. രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, 2,57,000 രൂപ എന്നുള്ള ബില്ലാണ് ഇവരാദ്യം മെയിൻ സ്ട്രീം വണ്ണിലൂടെ പുറത്തുവിട്ടത്. അപ്പോൾ 2,57,000 ആൾക്കാരുടെ മനസ്സിൽ ഈ ഒരു മെഡിസിൻ്റെ കോസ്റ്റ്. ഇവർ കാണിച്ച ബില്ല് 2,02,000 20,000 അങ്ങനെ എങ്ങാണ്ടൊരു എമൗണ്ടേ വന്നിട്ടുള്ളൂ. എത്രയേ 2,02,628 രൂപ 50 പൈസയാണ് ഇവർ കാണിച്ച ബില്ല് പ്രകാരം ആ എമൗണ്ടിൻ്റെ ടാക്സ് എന്ന് ആ ബില്ലിൻ്റെ എമൗണ്ട്. അപ്പോൾ ഏറെക്കുറെ 19,000 രൂപയോളം ഇവർക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ 50,000 രൂപയുടെ ഡിസ്കൗണ്ട് ഇവരെങ്ങും പറയുന്നില്ല. ഇവരയച്ചു കൊടുക്കാതെ ഈ മെഡിസിൻ്റെ ഡീറ്റെയിൽസ് അനീഷ് വ്ലോഗും മെയിൻ സ്ട്രീം വണ്ണും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കിട്ടില്ലല്ലോ, സ്വാഭാവികം. അപ്പോൾ ഇവരാണ് ഈ 2,57,000 രൂപ എന്നുള്ളത് അടിച്ചത്. ബേസിക്കലി പറയുന്നത്, ഇവർ പബ്ലിക് ഫണ്ട് എടുക്കുന്നില്ലല്ലോ, പിന്നെ നിനക്കൊക്കെ എന്താണ്. ഇവർ പബ്ലിക് ഫണ്ട് എടുക്കണ്ട. ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ സഹായിക്കാം. ഇവർ സഹായം സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ സഹായിക്കാൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും സഹായിക്കണം. ഇതിനകത്ത് പ്രശ്നം, സാധാരണ ക്യാൻസർ രോഗികൾക്ക് ഇങ്ങനൊരു അസുഖം വരുമ്പോഴത്തേനും ഈ രേണുവിൻ്റെ പല ആക്ഷൻസും പല ഡയലോഗുകളും അവരിലേക്കത് ഭീതി ഉളവാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ക്യാൻസറിനെ സർവൈവ് ചെയ്യണം, ഇതിനെ നമുക്ക് പിടിച്ച് കെട്ടാം എന്നൊരു ഐഡിയേക്കാൾ ഉപരി ഇതിന് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്ന് 2,00,000 രൂപയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ബേസിക്കലി സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. രേണുവിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇനി ഞാൻ സീക്രട്ട് ഏജൻറ്റിനെ എടുക്കാൻ കാരണം, ഒന്ന്, എനിക്ക് സീക്രട്ട് ഏജൻറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ പല ഒപ്പീനിയൻസിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ പോലും പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട്, രേണുവിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന പലരും, നിനക്കൊക്കെ എന്താടാ, അവളൊക്കെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കട്ടടാ, നീയൊക്കെ എന്നാൽ പുഴുങ്ങി കൊടുക്കടാ, ഈ ഒരു സെൻസിൽ സംസാരിക്കുമ്പോൾ സീക്രട്ട് ഏജൻറ്റ് മാത്രമാണ് അത്യാവശ്യം മെച്ചുവേർഡായിട്ട് നല്ല രീതിക്ക് ഈ സാധനങ്ങൾ എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരെ ഇൻസൾട്ട് ചെയ്യണമെന്നുള്ള ചിന്താഗതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളി മാത്രം അല്ലാതെ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് കുറച്ച് സംശയ നിവാരണങ്ങൾ നടത്താമേ. അത് ഞാൻ ചിലരുടെ കാര്യം പറഞ്ഞതാണ്. രേണുവിന്റെ കേസിലേക്ക് വരുമ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പൊളിറ്റീഷ്യൻസും ഇൻവോൾവ് ആയിട്ട് എമൗണ്ടുകൾ കുറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ടു പേ, എന്താ പറയാ, ഒരു ഇത്ര എമൗണ്ട്, 1,00,000 രൂപ, 1,00,000 എന്നല്ല, ലക്ഷങ്ങൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ രേണുവിന്റെ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ചികിത്സയുടെ ഒക്കെ പൈസ രേണുവായിട്ട് കാണേണ്ട ഒരു അവസ്ഥ മുന്നിൽ നിൽക്കുന്നു. നാളുകളിൽ ജീവിതം എവിടെ എത്തുന്നു? ഒന്ന്, ഇതിന് പലതരത്തിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ ആൾക്കാർ ഇടപെട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള പല സഹായങ്ങളും കിട്ടിയിട്ട് ഇവർക്കൊരു ഡിസ്കൗണ്ടഡ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്ന് വരെ ഇവരെങ്ങും പറഞ്ഞിട്ടില്ല. ഇവരെ സീമ ചേച്ചി വന്ന് സഹായിച്ചത് ഇവർ പറഞ്ഞു, ഇവരെ ആദിലനൂറ വന്ന് കണ്ട് സഹായിച്ചത് ഇവർ പറഞ്ഞു, ഇവരെ അനുമോള് വന്ന് കണ്ടത് ഇവർ പറഞ്ഞു, ഇവരെ മുകേഷ് നായർ വന്ന് കണ്ടത് ഇവർ പറഞ്ഞു. പക്ഷേ ഈ ഒരു പൊളിറ്റീഷ്യൻസിൻ്റെ ഇടപെടൽ കൊണ്ട് ഈ നമ്മുടെ ഗവൺമെൻറ്, പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണല്ലോ, ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരോ ഇടപെട്ടത് കൊണ്ട് ഇവരുടെ മെഡിസിൻ ഇത്ര രൂപ കുറവ് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു മാറാ രോഗമോ അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടൊരു രോഗമോ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മുടെ നിയമത്തിന് ഇടപെടാം, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇടപെടാം, എന്നിട്ട് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് കിട്ടാം, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഇവരെങ്ങും മിണ്ടിയില്ല. ഇവർ വില കൂട്ടി പറയുന്നതല്ലാതെ ഇവർക്ക് കിട്ടിയ ഡിസ്കൗണ്ടുകൾ, ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരിടത്തും പറയുന്നില്ല. അത് ഒരു പോയിന്റ്. അതിൻ്റെ ഒരു ഗതികെട്ടൊരു തോട്ട്, അതായത് അത് ആ രോഗാവസ്ഥയിലുള്ള ആൾക്കേ പറയാൻ പറ്റൂ. മനസ്സിലായോ? അയാൾ അപ്പം ആ സാഹചര്യത്തിൽ വന്ന് എന്ത് പറഞ്ഞാലും ചെയ്താലും അത് ഇൻകംപ്ലീറ്റ് ആവും.
അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പൊ അത് ഞാൻ ചിലരുടെ കാര്യം ഓക്കെ. അതിനകത്ത് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത് അവരുടെ രോഗാവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. ആ രോഗാവസ്ഥയിൽ ഇവരെന്ത് വന്ന് പറഞ്ഞാലും ചെയ്താലും അത് പ്രശ്നമാകും. അല്ലെങ്കിൽ അത് നമ്മൾ അത്രയും പീസ് ഓഫ് മൈൻഡിലായിരിക്കില്ല. നമ്മൾ ടെൻസ്ഡ് ആയിട്ടൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഭയങ്കര കൂളായിട്ട് ചില്ല് വൈബ് അടിച്ച് പറയുമ്പോഴത്തേനും സാധനത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് സീക്രട്ട് ഏജൻറ്റ് പറയുന്ന സാധനം. ഈ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. എങ്കിൽ പോലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, സീക്രട്ട് ഏജൻറ്റിനോടല്ല എൻ്റെ ചോദ്യം, രേണുവിൻ്റെ ആ ഒരു ഗ്യാങ്ങിനോടാണ് എൻ്റെ ചോദ്യം. അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, രേണുവിൻ്റെ ചേച്ചി, രേണുവിൻ്റെ അച്ഛൻ, രേണുവിൻ്റെ അമ്മ, ഇവരോടാണ് എൻ്റെ ചോദ്യം. അപ്പം നമ്മളിങ്ങനെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് അല്ലാത്ത സമയത്ത് ഈ ഒരു വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാതിരിക്കാം. രണ്ട്, ഇൻ കേസ് രേണു ഇല്ല ആട്ടം പിടിക്കും എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ ആ ഭാഗം വേണ്ടുന്ന പോലെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഇത് രേണു ജനങ്ങളിലേക്ക് ഇന്ന സാധനം എത്തിക്കും. അത് കാണുന്നവരെല്ലാം രേണു പാവം അവർ അസുഖത്തിരിക്കുക, നമ്മൾ ആ സെൻസ് എടുത്ത് അങ്ങനെ എടുക്കൂല. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരു കൂട്ടം ജനങ്ങളുടെ ചിന്താഗതി മാറണമെന്നാണ് പറയുന്നത്, അതോ ഈ ഒരു കൂട്ടം ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഈ ഒരാളെ കൺട്രോൾ ചെയ്യണമെന്നാണ് ചിന്തിക്കേണ്ടത്? രേണുവും പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ക്യാൻസർ അല്ലേ, അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൾ എന്തെങ്കിലും ചെയ്യട്ടെന്ന് നിങ്ങളങ്ങ് ആലോചിക്കണം. അങ്ങനെ എത്ര ജനങ്ങൾ ചിന്തിക്കും? ഈ കാണുന്നതിൽ രേണുവിനോട് സ്നേഹമില്ലാത്ത ആളുകളുണ്ടാവും, രേണുവിനോട് ഒപ്പോസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഈ സെൻസ് എടുക്കും തോന്നുന്നുണ്ടോ? മുൻകാലങ്ങളിൽ ഇവർ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോഴും അവരെ മൂല്യനിർണ്ണയം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് രേണു കാണിക്കുന്നതൊക്കെ തെറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും. അതെങ്ങനെ? അല്ലെങ്കിൽ ഇവർ മദർ തെരേസ റേഞ്ചിൽ ജീവിച്ചു പോകണമായിരുന്നു. ഇവർ നേരത്തെയുള്ള സമയങ്ങളിൽ തെറിവിളിയും ചീത്തവിളിയും നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്യലും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കലും ഇങ്ങനെ ചെയ്ത് ഹെയ്റ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്കൊരു അസുഖം വരുമ്പോൾ ഇവരെന്ത് കാണിച്ചാലും ആ സെൻസിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ എടുക്കില്ല. അപ്പോൾ നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്യാത്ത രീതിയിൽ ഇവർ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, നമുക്ക് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത് ബാക്കിയും കൂടെ കേട്ടിട്ട് പരിപാടിയിലേക്ക് വരാം. മനസ്സിലായി, ഇതൊക്കെ അവർക്ക് അത്രയും ഓക്കെ ആയതുകൊണ്ടാണ് അവർ വന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ അത് മനഃപൂർവ്വം ഇന്റൻഷനലി ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് പേരും അല്ലെങ്കിൽ ആ ഡേറ്റും പൊത്തിപ്പിടിച്ചതും അല്ല. ഇന്റൻഷനലി പൊത്തിപ്പിടിക്കുക എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ എത്രയോ വീഡിയോസിൽ എത്രയോ ആളുകൾ അവർക്ക് എന്തെങ്കിലും പുറത്ത് ഞാൻ സീക്രട്ട് ഏജന്റിനോട് ഒന്ന് ചോദിച്ചോട്ടെ, ആർ യു സീരിയസ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്? രേണു ബില്ല് പൊത്തിപ്പിടിച്ചു, രേണുവിൻ്റെ ചേച്ചി. അപ്പോൾ രേണുവിൻ്റെ പേര് മാത്രം കാണാം, ബിൽ ഡേറ്റും അതിൻ്റെ താഴെയുള്ള ഡീറ്റെയിൽസും പൊത്തിപ്പിടിച്ചേക്കാണ്. രേഷ്മ പി തങ്കച്ചൻ 34 വയസ്സെന്നുള്ളത് മാത്രം കാണാം. അത് ഇൻറ്റൻഷനലി പൊത്തിപ്പിടിച്ചതല്ല എന്നാണ് പറയുന്നത്. അത് കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് ആ ബില്ല് ബാക്കി ഈ സാധനം ആദ്യം വീഡിയോ ഇട്ട ഞാനാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ രേണുവിൻ്റെ ചേച്ചി അത് ഇൻറ്റൻഷനലി പൊത്തിപ്പിടിച്ചതല്ല, അത് ഇൻറ്റൻഷനലി പൊത്തിപ്പിടിക്കുന്നത് അങ്ങനല്ല എന്നാണ് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത്. ഓക്കെ, ഇതിനുള്ള എൻ്റെ ചോദ്യം സീക്രട്ട് ഏജൻറ്റിനോടാണ്, ബാക്കി കേൾക്കാം. കാണിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിരൽ വെച്ച് ആദ്യമേ പ്രിപ്പയർഡ് ആവും. മനസ്സിലായി? വീഡിയോനകത്ത് തന്നെ പ്രിപ്പയർഡ് ആവും. അല്ലെങ്കിൽ രേണുവിന്റെ വീഡിയോ നിങ്ങൾ കാണുന്നതല്ലേ, രേണുവിന്റെ വീഡിയോസ് അവരിടുമ്പോൾ തന്നെ അതിനൊരു എഡിറ്റ് ഉണ്ട്. ആ എഡിറ്റിനെങ്കിലും അവരത് ഈ കൈകൊണ്ട് ഒത്തിപ്പിടിക്കുന്നവരെ അവിടെ എന്ത് കൊടുക്കും? ബ്ലർഡ് പോർഷൻ കൊടുക്കും എഡിറ്റ് ചെയ്യാൻ. ബ്ലഡ് ചെയ്ത് കളയും. അവർക്ക് അത് ഒരു പോർഷൻ കാണേണ്ടതിനെ ബ്ലർ ചെയ്ത് കളയും. ഇതൊന്നും അല്ല, രേണു ചേച്ചി ഇങ്ങനെ കയ്യിൽ പിടിച്ച് പൊക്കി പിടിച്ച് കാണിച്ച് ആ പോർഷനകത്ത് രേണുവിന്റെ പേരും ഈ ബിൽ നമ്പറും ഡേറ്റും ആയിപ്പോയി. അതാണ് ആളുകൾക്ക് മൊത്തത്തിൽ ആ ബില്ലിന്റെ ഒരു ലുക്ക്, ആ ചുക്കിച്ചുള്ളുന്ന ലുക്കും മുകളിൽ കീറിയ ഒരു സാധനവും പിന്നെ ചേച്ചീന്റെ കൈ പിടിച്ചപ്പോൾ അതിന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചതിന് ജനങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ സീക്രട്ട് ഏജൻറ്റിനോടൊന്ന് ചോദിച്ചോട്ടെ, ഇവരെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റായിട്ട് രേണുവിൻ്റെ കുടുംബമായിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ ബില്ല് പബ്ലിക്കിനെ കാണിക്കേണ്ടതായി വന്നത്? ഓൾറെഡി ഈ മെഡിസിനെ കുറിച്ച് ഒരു കോൺട്രവേഴ്സി നടക്കുന്നു. ഈ കോൺട്രവേഴ്സി നടക്കുന്ന സാഹചര്യത്തിൽ ഈ ബില്ല് ജെന്യുവിനാണ്, 2 ലക്ഷം രൂപ വിലമതിക്കുന്ന മരുന്നാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് ജനങ്ങളെ കാണിച്ച് എക്സിസ്റ്റിങ്ങിലി നടക്കുന്ന ഒരു കോൺട്രവേഴ്സിയെ ഇല്ലാതാക്കാനാണ് ഇവർ ഈ ബില്ലെടുത്ത് കാണിക്കുന്നത്. ഓൾറെഡി ഒരു കോൺട്രവേഴ്സി നടക്കുന്ന സാധനത്തിനെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ഇൻറ്റൻഷനലിയോ അല്ലാതെ അബദ്ധവശാലോ അതങ്ങനെ ആവരുത് എന്നൊരു ബോധ്യം അവരല്ലേ ചിന്തിക്കേണ്ടത്? അവരെന്താ ചെയ്യുന്നത്? ബില്ല് കാണിച്ചിട്ട് ഇതിങ്ങനൊരു സാധനം ഇല്ല, ഇതാണ് ഇതിൻ്റെ റിയൽ പ്രൈസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ആ ചാനലിലൂടെ രേണു സുധിയായിട്ട് സംബന്ധപ്പെട്ട് എന്ത് പുറത്തേക്ക് വന്നാലും അതൊരു വൻ കോൺട്രവേഴ്സിയിലേക്ക് വീണ്ടും പോകും, ഇല്ലേ? തീർച്ചയായിട്ടും പോകും. അപ്പോൾ ആ സമയത്ത് അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ചെറിയ മിസ്റ്റേക്കിനെ പോലും ആൾക്കാർ ചോദ്യം ചെയ്യും. ഇത് അവരാകണമെന്നില്ല, ആരാണെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു കോൺട്രവേഴ്സി നടക്കുമ്പോൾ അതിനെ ക്ലാരിഫൈ ചെയ്തൊരു വീഡിയോ വരുമ്പോൾ ആ ക്ലാരിഫിക്കേഷൻ്റെ അകത്ത് പക്ക ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചോദ്യം ചെയ്യും. അപ്പോൾ ഒരിക്കലും ഈ ചേച്ചി അങ്ങനെ പൊത്തിപ്പിടിക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ബില്ല് താഴെ ഇങ്ങനെ ഒന്ന് ഇടാമല്ലോ, ഒരു സ്ക്രീൻഷോട്ട് ഇടാമല്ലോ, അങ്ങനെ ഇട്ടിട്ടില്ല. ഈ ബില്ല് എന്നിട്ട് പുറത്ത് വരുന്നത് അനീഷ് വ്ലോഗിൻ്റെ ചാനലിലൂടെ, സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിലൂടെയൊക്കെയാണ് ഈ ബില്ല് വീണ്ടും പുറത്ത് വരുന്നത്.
അപ്പോൾ അവിടെ മനഃപൂർവ്വമായിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല എന്ന് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും? ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ പല കോൺട്രവേഴ്സികളും ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂട്ടം ആളുകളാണ് ഇവർ. അപ്പോൾ അതെങ്ങനെ ജനങ്ങളെ കുറ്റം പറയും? എനിക്കത് മനസ്സിലാവുന്നില്ല. അവരപ്പോൾ ആ ബില്ല് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ പൊത്തിപ്പിടിക്കാതെ കാണിക്കണമായിരുന്നു. അത്രയ്ക്കുള്ള ബോധം അവർ കാണിക്കണമായിരുന്നു. ആ ബോധത്തോടെ വേണമായിരുന്നു അവരെ വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട്, അല്ലേ? ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വേറൊരാളാണെങ്കിൽ സീക്രട്ട് ഏജൻറ് ഈ ചോദ്യം ചോദിക്കില്ലേ? അല്ലെങ്കിൽ അനീഷ് ബ്ലോഗ് ഈ ചോദ്യം ചോദിക്കില്ലേ? രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ചോദിക്കുക. മറ്റൊരാളെ ഇപ്പം ഞാൻ നാളെ എനിക്കിപ്പോൾ അത്യാവശ്യം രേണു വിഷയത്തിൽ നല്ല ഹെയ്റ്റ് ഉണ്ട്, ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ. ഞാൻ ഇങ്ങനൊരു സാധനം കാണിച്ചാൽ നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്യത്തില്ല ഇത് ഫേക്കാണ്. പക്ഷേ രേണുവിനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രം ആ സെൻസിലെടുക്കണം. അതെനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ രേണുവിനെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർ പറയുന്നൊരു പോയിന്റ്, ഓക്കെ, നമുക്ക് അതോടെ കേൾക്കാം. ഇതേ പോയിന്റ്സ് ആണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അത് മര്യാദയ്ക്കുള്ള രീതിയിൽ അവതരിപ്പിച്ച് സീക്രട്ട് ഏജൻ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ബാക്കി കേൾക്കാം. ഈ പറഞ്ഞ പോലെ രേണു കാണിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു രോഗം വന്നതിന് ശേഷം രേണു അവര് പുറത്തു പോണതാണെങ്കിലും അതൊക്കെ സീനാണ്. ആക്ച്വലി ഡോക്ടേഴ്സ് അവരെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ രോഗി രേണു എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ മൈൻഡ് അവരുടെ കൺട്രോളിലല്ല എന്നുള്ളത് എനിക്ക് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. രേണു ഓൾറെഡി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുതെന്ന്. എന്നിട്ടും അവരത് ചെയ്യുന്നു. അവരുടെ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്നാണ് സീക്രട്ട് ഏജൻറ് തന്നെ പറയുന്നത്. അപ്പോൾ രേണു ഓൾറെഡി ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഓൾറെഡി ഒരു ഡോക്ടർ പറയുന്നു ഇന്ന കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, എന്നിട്ട് അവരത് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡോക്ടർ പറഞ്ഞിട്ടും ഇവർ ചെയ്യുകയാണെങ്കിൽ ആ അസുഖത്തിനെ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാനാണോ ഇവർ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഇത് നമുക്ക് അത്യാവശ്യം ആളുകളിലേക്ക് എത്തിക്കണമെന്നാണോ? ഇപ്പോൾ അവരുടെ പ്രധാന വരുമാനം യൂട്യൂബ് ചാനലാണ്. അവർ ചാനലിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തോട്ട് ഒരു പ്രശ്നവുമില്ല. ഈ കോൺട്രവേഴ്സികൾ വീണ്ടും ഉണ്ടാക്കാൻ നിൽക്കുന്ന എന്തിനാണ്? ഡോക്ടേഴ്സ് വളരെ ഞാനും ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു 3 ദിവസത്തേക്ക് വീഡിയോ ഇടരുന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതിന് ശേഷവും ഇവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഡോക്ടർ പറയുന്നതിനെ പോലും എതിർത്ത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇപ്പം നോർമൽ ഇപ്പോൾ രേഷ്മ അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന ആൾ ഒരു ഇൻഫ്ലുവൻസറാണ്. രേണുവിനെ ഇഷ്ടപ്പെടുന്ന, രേണുവിനെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളെല്ലാം ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രേണുവിന് വന്ന പോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക, HER2 പോസിറ്റീവായിട്ടുള്ള ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക. അവരോട് ഡോക്ടർ പറയുന്നു നിങ്ങൾ ഫോണൊന്നും ഉപയോഗിക്കില്ലേ, ഇത് റേഡിയേഷൻസ് ഉണ്ടാക്കുവേ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, നിങ്ങളുടെ മെൻ്റൽ പീസ് വരണേ എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ മനസ്സ് എന്താ പോകുന്നത്? രേണുവിന് പറ്റുമല്ലോ, എന്നെന്താ നമുക്ക് പറ്റുക, രേണു ചെയ്തല്ലോ, സർവൈവ് ചെയ്തല്ലോ, നല്ല ചിന്തിക്കൂ. എല്ലാ ആളുകളും, പല ആൾക്കാർക്കും ക്യാൻസർ വരുമ്പോഴത്തേനും എല്ലാ ആളുകളുടെയും ശരീരം ഒരേപോലെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ ഞാൻ കിടന്നു പോകും, ഞാൻ പൊങ്ങത്തില്ല, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റത്തില്ല. പക്ഷേ മറ്റൊരാൾക്ക് കടുത്ത പനി വന്നാൽ പോലും എണീറ്റ് നടക്കാൻ പറ്റുമായിരിക്കും, ഞാൻ പൊങ്ങൂല. അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ആ ഒരു സാധനങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ രേണു ഈ ഡോക്ടർ പറയുന്ന ഗൈഡ് ലൈൻസ് പാലിച്ച് ആ അസുഖത്തിന് സർവൈവ് ചെയ്തു എന്നൊരു മാതൃക കൊടുക്കണോ? ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എതിർത്ത് എനിക്ക് വേണ്ട സന്തോഷം അനുസരിച്ച് ഞാൻ ജീവിച്ച് ഞാൻ സർവൈവ് ചെയ്തു എന്നൊരു മാതൃക കൊടുക്കണോ? എനിക്കതും മനസ്സിലായില്ല. നമുക്ക് ബാക്കിയേക്കാം. വെരി വെൽ, ലൈക്ക് അത് ഉറപ്പാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. അവരെ വീട്ടുകാർക്കും കൺട്രോൾ ചെയ്യാൻ വശം പാടായിരിക്കും. ഓക്കെ, അവരൊരു നയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അവർ വന്ന് കാണിക്കുന്ന കാര്യങ്ങളോ പറയും, അത് എന്തിന് കാണുന്ന ഓഡിയൻസ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവരൊരു മയത്തിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് കാണുന്ന ഓഡിയൻസ് എന്തിനും മനസ്സിലാക്കണം ഈ സാധനം. അതായത് ഒരു വീഡിയോ ഉണ്ടാക്കി രേണു പബ്ലിഷ് ചെയ്യുമ്പോഴത്തേനും 3 ലക്ഷം ആളുകളാണ് ഏറ്റവും കുറഞ്ഞത് കാണുന്ന എന്നൊരു അപ്രോക്സിമേറ്റ് പ്രോബബിലിറ്റി നിങ്ങൾ വെച്ചോ. രേണു ഒരു വീഡിയോ ഉണ്ടാക്കുന്നു, 3 ലക്ഷം ആളുകൾ മനസ്സിലാക്കണം അവർക്ക് പ്രശ്നമാണ്, അവർ ഡോക്ടർ പറഞ്ഞാൽ കേൾക്കൂല, അവരുടെ അവസ്ഥ ഇതാണെന്ന്. പക്ഷേ രേണു മനസ്സിലാക്കരുത്, നമ്മൾ ഒരിക്കലും അവരെ പ്രൊവോക്ക് ചെയ്യില്ല, നമ്മളൊരു മോശമായ മാതൃക കൊടുക്കരുത്, രേണു മനസ്സിലാക്കരുത്, രേണു കുടുംബം മനസ്സിലാക്കരുത്. അപ്പോൾ രേണു ഈ കുടുംബം പറഞ്ഞിട്ടോ ഡോക്ടർ പറഞ്ഞിട്ടോ കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആദ്യം പിടിച്ചിരുത് ഉപദേശിക്കേണ്ടത് രേണുവിൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരി ഭർത്താവിനെയുമാണ്. അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്ത് കാണിച്ചാലും അപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? ഇവരെന്ത് ചെയ്താലും അത് നമുക്ക് കൺട്രോൾ ചെയ്യാം, അങ്ങനെയാണോ? ഒരു മാതാപിതാക്കളെന്ന് പറയുമ്പോഴത്തേനും മക്കൾ എത്ര ഏജ് ആയിക്കോട്ടെ, എത്ര ചെറുപ്പമായിക്കോട്ടെ, ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അവരെ രക്ഷിക്കാൻ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവളുടെ തോന്നിവാസത്തിന് ജീവിക്കും എന്നാണെങ്കിൽ നാളുകളിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്?
സത്യമായിട്ടും എനിക്ക് ഈ രേണുവിനെ ന്യായീകരിച്ച് പറയുന്ന പല ആളുകളും പറയുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ. സീക്രട്ട് ഏജൻറ്റ് പറയുന്നതിനകത്ത് പിന്നെ ഒരു 70% എനിക്ക് മനസ്സിലാവും, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് ഇതുപോലെ ഞാനിപ്പോൾ എടുത്തുള്ള ചെറിയ പോയിന്റുകളോട് മാത്രമേ ഉള്ളൂ എനിക്ക് വിയോജിപ്പുള്ളത്. പക്ഷേ ഈ അനീഷ് വ്ളോഗ് എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ. അനീഷ് വ്ളോഗിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൻ ട്രോളാവും, വെറുതെ പുള്ളിക്കാരനോട്ട് വള്ളി പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ സാധനം എടുക്കാത്തത്. എനിക്ക് ശരിക്കും നിങ്ങൾ രേണുവിനെ അനുകൂലിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. എനിക്ക് രേണുവിൻ്റെ പല ചേഷ്ടകളോടും വിയോജിപ്പ് തോന്നുന്ന പോലെ ചില ആൾക്കാർക്ക് യോജിപ്പ് തോന്നാം, പ്രശ്നമില്ല. പക്ഷെ അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഈ സാധനം ശരിയാണോ ഞാൻ പറയുന്നതെന്ന് സ്വന്തം മനസാക്ഷിയെ തട്ടി ചിന്തിച്ചതിന് ശേഷം ഇനി മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പല ആളുകളും വെളുപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാര്യങ്ങളിലോ പ്രത്യേകിച്ച് അവർക്ക് ഒരു തരത്തിലും ഒരു എന്താ പറയുക കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് പോടിയ മനുഷ്യൻ 32 കിലോ ആയിട്ടുണ്ട്. ജീവിതം ഇനി മുന്നോട്ട് കിട്ടൂല്ല എന്നുള്ളതിന് ഉറപ്പില്ല, കിട്ടിയാൽ തന്നെ എത്ര കാലം എന്നുള്ളത് പറയില്ല, ഇനി എന്ത് ചെയ്യുന്നുള്ളതിന് അവസ്ഥയില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി പലതും രേണുവിന്റെ. മനസ്സിലായി? അതെങ്ങനെ ഓഡിയൻസിനെ നമുക്ക് അങ്ങനെ തരംതിരിക്കാൻ പറ്റും? ആ ഒരു സെൻസിൽ വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് എങ്ങനെ പറയാൻ പറ്റും? എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ മുമ്പേ എടുത്ത അതേ പ്രോബബിലിറ്റി 3 ലക്ഷം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്, നമുക്ക് അസംഷനായിട്ട് വെക്കാം. 3 ലക്ഷം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത്. ഈ 3 ലക്ഷം ആളുകളുടെ മൈൻഡ് സെറ്റ് സെയിം ആവണം എന്ന് എങ്ങനെ വെച്ചാലും പറയാൻ പറ്റില്ല. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന ഈ 3 ലക്ഷം ആളുകൾ എന്ത് കാണണം എന്നൊരാൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ക്രിയേറ്റ് ഇപ്പോൾ എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഈ എന്നെ കാണുന്ന ഇത്ര ആളുകൾ എന്താണ് എൻ്റെ അടുത്തുനിന്ന് വരേണ്ട പെർസ്പെക്റ്റീവ് എന്നുള്ളത്. കയ്യിൽ നിന്ന് പോകുന്നത് വേറെ, മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നത് വേറെ അല്ലേ? അപ്പോൾ അവർക്ക് 32 കിലോയൊക്കെ അവർ ചുരുങ്ങു. 32 കിലോ എന്ന് പറയുമ്പോഴത്തേനും ബോൺ വെയിറ്റ് മാത്രമേ ഉള്ളൂ. അവർ അസുഖങ്ങൾ മാറട്ടെ, എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ഞാനൊരിക്കലും ഇവർ തീർന്നു പോകണമെന്നൊരു അഭിപ്രായമേ എനിക്കില്ല. അവർ ഈ രോഗത്തിനെ തോൽപ്പിച്ച് അവർ സർവൈവറായിട്ട് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ തിരിച്ചു വരണം തീർച്ചയായിട്ടും. ആ ഋതപ്പൻ എന്ന് പറയുന്ന കൊച്ചിനൊരു അമ്മ വേണം, ഈ മാതാപിതാക്കൾക്കൊരു മോൾ വേണം, ആ സഹോദരിക്ക് മറ്റൊരു അനിയത്തി വേണം, ഒക്കെ കറക്റ്റാണ്. പക്ഷേ ഒരു കൂട്ടം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത്, ഒരു കൂട്ടം ആളുകളെ ഇൻസൾട്ട് ചെയ്ത്, ഇപ്പോൾ ഈ രേണു ചെയ്യുന്ന പല പ്രവൃത്തികളും ഡയറക്റ്റ്ലി ഇൻസൾട്ട് ചെയ്യുന്ന ആരെയാണ്? ഓൾറെഡി ക്യാൻസർ ബാധിതരായിട്ടുള്ള ആളുകളെ അല്ലേ? അല്ലെങ്കിൽ അതിൽ നിന്നും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ. കഴിഞ്ഞ ദിവസം എന്നെ ഒരാളൊരു സ്റ്റോറി മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല, സ്റ്റോറി ഇപ്പോൾ കാണുന്നില്ല. അതിനകത്തൊരു പെൺകുട്ടി വന്ന് പറയുന്നു തൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, രേണു ഈ കാണിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് വിഷമമാവുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇത് കാണിക്കുന്നതെന്നുള്ളത്. പല ക്യാൻസർ പേഷ്യൻസും രേണുവിനെതിരായിട്ടുള്ള വോയിസ് പല ഇൻഫ്ലുവൻസേഴ്സിന് അയച്ചു കൊടുക്കുന്നത് എന്താ? അപ്പോൾ അവർക്ക് തന്നെ, ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് തന്നെ ഇത് അരോചകമായി ഫീൽ ചെയ്യുന്നു. എല്ലാവരും രേണുവിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയാൻ രേണു ആരാണ്? ആ സെൻസിലെടുത്ത് വിട്ടാ മതി, അവരൊന്ന് സർവൈവ് ചെയ്ത് വരട്ടെ. അപ്പൊ ഇത് വന്നിരുന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഈ രോഗമുണ്ടോ ഇല്ലേ, രേണു രോഗം പറ്റിക്കുകയാണോ? ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു തമ്മിൽ കണ്ടേ, മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തു രേണുവിനെതിരെ. എന്തിന്? അതൊക്കെ ചുമ്മാ തമ്മിൽ അടിച്ചു വിടുന്നത്. അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള സാധനമാണ്. അപരാധപരമായ തമ്മിലുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് വരും. അത് അനുഭവിക്കാൻ ഈ ക്രിയേറ്റേഴ്സ് റെഡി ആവണം. ഓക്കെ, ഇനി ഈ രേണുവിൻ്റെ പൊത്തിപ്പിടിച്ച ബില്ലിൻ്റെ ഒറിജിനൽ ഭാഗമാണ് ഈ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ആ സെയിം ബില്ല് തന്നെയാണ്, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കാണാൻ പറ്റുമോ? ഇതാണ് രേണുവിൻ്റെ പേര്, രേഷ്മ പി തങ്കച്ചൻ. അപ്പോൾ ബേസിക്കലി ആൾക്കാർക്ക് ഡൗട്ട് തോന്നാനുള്ള കാരണം മുൻകാലങ്ങളിൽ ഇവർ ചെയ്ത പല കാര്യങ്ങളും ഈ സാധനത്തിനെതിരാണ്. മുൻകാലങ്ങളിൽ ഇവർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ തട്ടിച്ച് നോക്കുമ്പോഴത്തേനും അത് റോങ് ആണെന്ന് പല ആൾക്കാർക്കും ഫീൽ ചെയ്യുന്നു. ഇവർ ഫ്രോഡ് കാണിക്കുന്നു ഫീൽ ചെയ്യുന്നു, ഇവർ കള്ളങ്ങൾ പറയുന്നിട്ട് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഒരു മനുഷ്യൻ, ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കി വെച്ചൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റി വെച്ചിട്ട് സീക്രട്ട് ഏജൻറ്റ് പറയുന്ന ആൾക്കാർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ രേഷ്മ ഉണ്ടാക്കി വെച്ച ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മയുണ്ട്. അത് വെച്ചിട്ടാണ് ആൾക്കാർ നീ ചെയ്യുന്ന ഉടായ്പെന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഈ ബില്ലിനകത്ത് ബാക്കിയെല്ലാം കറക്റ്റാണ്. പക്ഷേ രേണുവിൻ്റെ പേര് മാത്രം, രേഷ്മ തങ്കച്ചൻ എന്നുള്ള പേര് മാത്രം വേറെ മഷി, വേറെ ഫോണ്ട്. ഈ വേറെ ഫോണ്ട് എനിക്ക് കാണാൻ സാധിച്ചത് ഈ റൗണ്ടഡ് ടോട്ടൽ എന്നുള്ളിടത്ത് അതേ ഫോണ്ടും, പിന്നെ അതാണ്ട് ഇവിടെ ഒരു TC എന്നങ്ങാണ്ട് വന്നേക്കുന്നൊരു സാധനത്തിനും വേറെ ഫോണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ആൾക്കാർക്ക് ഡൗട്ട് തോന്നും. ഡൗട്ട് തോന്നാനുള്ള ഒന്നാമത്തെ കാരണം എന്നാ, ഇവരിത് പൊത്തിപ്പിടിച്ച് കാണിച്ചത് കൊണ്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും ഫ്രോഡ് ഉണ്ടോ എന്ന് തോന്നുന്നത്. ആദ്യമേ ഒരു ജെനുവിനായിട്ട് ബില്ല് കാണിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംശയം തോന്നത്തില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ബിച്ചുവിൻ്റെ ചാനലിലൂടെ ഒരു വീഡിയോ റിലീസായിട്ടുണ്ടായിരുന്നു, ബിച്ചു സ്ട്രോക്ക്. പുള്ളി
ആരാന്ന് എനിക്കറിയില്ല, ആ നമ്മുടെ ഈ മരുന്ന് ഇഷ്യൂ ചെയ്ത മെഡിക്കൽ ഷോപ്പ് ഈ ഒരു സ്ഥാപനത്തിൽ വിളിച്ചു, ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ വിളിച്ചു, ദാണ്ട ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചു, ഇതിനകത്തുള്ള ഫോൺ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനൊരു മെഡിസിൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അവർ വിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ സൈഡിൽ നിന്ന് വരുന്ന റെസ്പോൺസ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് ഇത് ഫുള്ള് പ്രശ്നമാകുന്നത്, മനസ്സിലായോ? ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. ഈ മറ്റൊരു സാധനം, ഇപ്പോൾ ഈ ക്യാൻസർ രോഗം വരുമ്പോഴത്തേനും ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാം, എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരാമെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇത് അതീവ ഭീകരമാണ്, ഇത് വന്നു കഴിഞ്ഞാൽ തീർന്നു, നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഒക്കെ തീർന്നു എന്നൊരു ഇമേജ് അല്ല കൊടുക്കേണ്ടത്. അത് സത്യമാണ്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവാണ്, വെരി കോസ്റ്റ്ലിയാണ്, ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോകേണ്ടി വരും, പല സഹായങ്ങളും ചെയ്യേണ്ടി വരും, കുടുംബം മൊത്തം താറുമാറാകും. പക്ഷേ അതേസമയം ഇപ്പുറത്ത് ഗവൺമെൻറ്റിൽ നിന്നും ഇന്ന വഴിയിലൂടെ എനിക്ക് ഇങ്ങനൊരു സഹായം കിട്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ആർക്കെങ്കിലും, അല്ലെങ്കിൽ നാളെ ക്യാൻസർ വരുന്ന ആർക്കെങ്കിലും ഒരു ഹെൽപ്പാകും ആ വീഡിയോ. ഇങ്ങനത്തെ വഴിയിലൂടെ 10-50,000 രൂപയോളം കുറഞ്ഞ് കിട്ടും. അതെന്താ ചെയ്യാത്തത്? അതിന് നിങ്ങൾക്കൊന്നും പറയാനില്ലയോ? ഈ ഇമാതിരി സാധനങ്ങൾ കാണിക്കുമ്പോഴത്തേനും അങ്ങനെ ഇൻഫർമേറ്റീവായിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ചെയ്യാം, അവരതൊന്നും ചെയ്യുന്നില്ല. പിക്ക് ലൈൻ എടുത്തിട്ട് ടക്കു ഒന്ന് തട്ടി കാണിക്കുന്നു. ഇതൊക്കെയാണ് അവർ പുറത്തേക്ക് വിടുന്ന സാധനം. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അനീഷ് വ്ലോഗ് പറയുന്നില്ല. ഈ അനീഷ് വ്ലോഗിന് എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു 2 മാസം കൊണ്ട് ഞാനിത് ആലോചിക്കുകയാണ്, 1 മാസം കൊണ്ട് ഞാനിത് ആലോചിക്കുകയാണ് ഈ പുള്ളിക്കാരന് ഇത് എന്ത് പറ്റിയെന്നുള്ളത്. കൊള്ളാം. എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.